ശരീരത്തിനേൽക്കുന്ന മുറിവിനേക്കാൾ എത്രയോ മടങ്ങ് വേദനയുണ്ടാവും മനസ്സിനേൽക്കുന്ന മുറിവുകൾ. അത് നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ ഒക്കെ ആകുമ്പോൾ മുറിവുകൾ ദിവസം കൊണ്ട് മാറുമെങ്കിൽ മനസ്സിനേറ്റ മുറിവുകൾ ചിലപ്പോൾ ജീവിതാവസാനം വരെ ഉണങ്ങാതെയിരിക്കും. വളർത്തുമൃഗങ്ങളെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരാകുമ്പോൾ നമ്മുടെ ചരിത്രം തന്നെ വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, നായകളെ പോലെ പല രാജ്യങ്ങളും വ്യക്തികളും ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ജീവിയാണ് ഡോൾഫിനുകൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ കണ്ടു. ഒരു ട്രെയിനർ ഒരു ഡോൾഫിനെ ഒരുപാട് കാലം ട്രെയിൻ ചെയ്യിപ്പിച്ചു. ആ ഡോൾഫിൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമാണ് ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്. ഒരിക്കൽ ഗെയിമിൻ്റെ ഭാഗമായി കുളത്തിൽ നിന്നും ഡോൾഫിനുമായി കളിക്കുമ്പോൾ ആ ഡോൾഫിൻ അദ്ദേഹത്തെ കടിക്കുന്നു. അദ്ദേഹത്തിന് സാരമായി പരിക്കേൽക്കുന്നു. ഈ വീഡിയോ ഫേക്കാണ് എന്നും AI ട്രിക്കാണ് എന്നും ഒക്കെ പറയുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം അങ്ങനെ സംഭവിച്ച് അദ്ദേഹത്തിൻ്റെ മുറിവ് ഉണങ്ങിയാലും താൻ ഇത്രയും കാലം ട്രെയിൻ ചെയ്യിപ്പിച്ച ജീവി എന്നെ കടിച്ചല്ലോ എന്ന വേദന അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത്, നമ്മുടെ ചില വാക്കുകൾ, നമ്മുടെ ചില പ്രവൃത്തികൾ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന മുറിവ് അത് ഉണങ്ങാതെ ഇരിക്കും. അതുകൊണ്ട് എല്ലാവരോടും നല്ലത് മാത്രം പറയുക, മുറിവുകൾ ഉണ്ടാക്കാതിരിക്കുക, നിലപാടുകൾ പറയുക.